ഗൈസ് ഇന്നപ്പോൾ നമ്മൾ ബൈക്കായിട്ട് ലോങ് റൈഡ് പോവാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ പിടിപ്പിക്കാനുണ്ട്, ഗോപ്രൊക്കെ ഇതിലൊന്ന് പിടിപ്പിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നേരെ ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് നേരെ പോണത് ഇവിടെ മെൽബൺ എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റിലേക്കാണ്. എന്നിട്ട് അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് കേരള ബൈക്കേഴ്സ് വിക്ടോറിയ എന്ന് പറഞ്ഞിട്ടൊരു ടീമുണ്ട്. അപ്പോൾ അവർ ബൈക്കുകളായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ കൂടെ ഫസ്റ്റ് റൈഡാണ്. അതായത് ഓസ്ട്രേലിയയിൽ മെൽബണിൽ വന്നിട്ട് എൻ്റെ ഫസ്റ്റത്തെ ഗ്രൂപ്പ് റൈഡ് പോവാണ് ഞാൻ ബൈക്കിൽ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളെല്ലാം ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തതായിരിക്കും. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 12 മിനിറ്റാണ് മെൽബൺ എയർപോർട്ടിൻ്റെ വ്യൂ പോയിന്റിലേക്ക് കാണിക്കുന്നത്. അവിടെ എല്ലാവരോടും 9 മണിക്കാണ് എത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സമയം 8:15 അവിടെ ആരെങ്കിലും എത്തിയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ബൈക്കിന് അങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഞാൻ എത്തിയ സമയത്ത് ഒരു ബൈക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ബൈക്കുകളെല്ലാം വന്നു. കുറച്ചധികം ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഇവിടെയുള്ള റൈഡേഴ്സായിട്ട് ഒന്നും പരിചയം ഉണ്ടായില്ല. എല്ലാവരും മലയാളീസ് തന്നെയാണ്, സൂപ്പർ ബൈക്ക് ഉപയോഗിക്കുന്നവരാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും തന്നെ ഉള്ളവരുണ്ടായിരുന്നു. കോട്ടയം ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു കൂടുതൽ. ഇദ്ദേഹമാണ് കുറച്ച് മുമ്പ് കണ്ടില്ലേ, അദ്ദേഹമാണ് ഓസ്ട്രേലിയൻ മല്ലു ട്രാവലർ എന്നുള്ള ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നത്. അപ്പോൾ പുള്ളിയാണ് ആക്ച്വലി ഈ റൈഡൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഇവിടെ നിന്ന് പുറപ്പെടാറായി. അതുപോലെ ഈ റൈഡിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാത്രമല്ല നമ്മുടെ പാർട്ട്നേഴ്സായിട്ടുള്ളവർക്കും കൂടെ വരാം. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ വൈഫ് വന്നിട്ടുണ്ട് കൂടെ. അപ്പോൾ ആക്ച്വലി ലേഡീസും ഉണ്ടായിരുന്നു റൈഡിന്. ടോട്ടൽ ഒരു 37 പേര് റൈഡിനുണ്ടായിരുന്നു. ഞങ്ങളിവിടെ നിന്ന് ഏകദേശം ഒരു 223 കിലോമീറ്റർ അകലെയുള്ള ജീലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യാത്ര ആരംഭിക്കുന്നത്. ഇനി വഴിയിൽ വെച്ചിട്ട് എന്തെങ്കിലും മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. അത് പോകുന്ന വഴിയിൽ ഇനിയിപ്പോൾ ലോങ് ആയതുകൊണ്ടും അതുപോലെ ഇന്നിപ്പോൾ ഓശാന ഞായറാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഓശാന ഞായർ ഇന്നാണ്. അപ്പോൾ അതുകൊണ്ട് പലർക്കും തിരിച്ചെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ജീലോങ് വരെ പോകുമെന്നുള്ളത് അറിയത്തില്ല. എന്തായാലും ഒരു ഭാഗ്യം കിട്ടിയത് മഴയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല തെളിച്ചുള്ള ആകാശമല്ല, ഒരു ക്ലൗഡി ആയിട്ടുള്ള ആകാശമാണ്. എന്നാലും മഴയില്ലാത്തത് ഒരു വലിയൊരു ആശ്വാസമാണ്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ലോങ് റൈഡ് പോകുന്നത് ആദ്യമാണ്. അപ്പോൾ ഒരുപാട് നാളായി നാട്ടിലായിരിക്കുമ്പോൾ ലോങ് റൈഡ് പോയിരിക്കുന്നത്. അതല്ലാതെ ഇത്ര ലോങ് ബൈക്ക് ഓടിച്ചിട്ടില്ല. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ ക്ഷീണം തിരിച്ചു വരുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ഇനിയിപ്പോൾ എല്ലാ കാഴ്ചകളും നിങ്ങൾക്ക് കാണാം. നല്ല വ്യൂ ആണ് ഓസ്ട്രേലിയയിലെ. ബൈക്കിന് പോകുമ്പോൾ കറക്റ്റ് നമുക്ക് ഫുൾ വ്യൂ കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഫുൾ യാത്ര തുടങ്ങും. റൈറ്റ് സൈഡിലൊരു കാറ് വരുന്നുണ്ടോ, പഴയ കാറ്, അത് ഷെവർലയുടെ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസ് കാണാം. എന്തായാലും ഫുൾ വ്യൂസ് നല്ല കാഴ്ചയായിരിക്കും. കാതോരമായി നെഞ്ചോരമായി നിറയെ നീ തോരാതെ തീരാതെയായി മായാതെയായി എന്നാളും എന്നാളമായി പടരെ Ta-ra-ra-ra-ra-ra-ra
ഉയിരിൻ ഉയരെ മൂടും തീയാണ് നീതിയാണ് കാതൽ കനലാകമേ നീന്തുമാണ് ഞങ്ങളൊരു മലയുടെ മുകളിലെത്തി. എൻ്റെ മൂക്കടഞ്ഞു പോയി നല്ല തണുത്ത കാറ്റടിച്ചിട്ട്. ഇതൊക്കെയാണ് റൈഡ് വന്നൊരു വണ്ടികൾ. ഇതാണ് എൻ്റെ വണ്ടി. ഇവരെല്ലാവരും മലയാളീസാണ്. കുരിശുണ്ടെന്നൊക്കെ പറയുന്നത്. ജീലോങ്ങിലേക്കുള്ള ബൈക്ക് റൈഡ് ജീലോങ് എത്തുന്നതിന് മുമ്പായിട്ട് ഡെയിൽഫോർഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ് ഇപ്പോൾ ബൈക്കുകൾ. അപ്പോൾ എല്ലാവരും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് പുറത്താണ് പാർക്ക് ചെയ്തത്. എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ആ കാറുകളൊക്കെ കിടക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലും കുറച്ച് വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം 30ഓളം ബൈക്കുകളുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിൻ്റെ വശത്തായിട്ടും കുറച്ച് ബൈക്കുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റൈറ്റ് സൈഡിൽ ആ കാറുകൾ അങ്ങോട്ട് തിരിഞ്ഞിറങ്ങുന്ന കാറുകൾ കാണുന്നതിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടി തിരിച്ച് ഹാൻഡിൽ ലോക്ക് ചെയ്തു ഇവിടേക്കാണ് വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നത്. നല്ല കിടിലൻ ആംബിയൻസ് ആണ്. മുകളിലെല്ലാം നമുക്ക് കാണുന്നത് മുന്തിരിച്ചെടികളാണ്. മുന്തിരിച്ചെടിയുടെ വള്ളികളാണ് അവിടെ പന്തൽ പോലെ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ കസേരകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടായിരുന്നു. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ച് തിരിച്ച് ഞങ്ങൾ ജീലോങ്ങിൽ പോവാതെ തന്നെ അവിടെ നിന്ന് റിട്ടേൺ വീട്ടിലോട്ട് വരുന്ന വഴിയാണ്. പഞ്ചവർണ്ണ കുളിരേ
പാലാഴിക്കടവിൽ വരുമോ, കൂടെ വരുമോ, നെഞ്ചിലൂറും മധുരം തേൻ ചൂടും മൊഴിയിൽ തരുമോ, പാടിത്തരുമോ. മുന്നാഴി മുത്തുണ്ട്, പൂവന്തി പൊന്നുണ്ട്, മുകിലാരം കാവിൽ പൂരം കാണാം. മാനുണ്ട്, മയിലുണ്ട്, മഞ്ചാടി പുഴയുണ്ട്, മഴവില്ലിൻ കൂടാരത്തിൽ പോകാം. ആരും കാണാ പുലരികൾ കാണാം. പുലരാൻ നേരം ജനവാതിൽക്കൽ പുതുതായെത്തും കിളി ചൊല്ലി, അറിയാ നാട്ടിൽ പൊഴിയും മഞ്ഞിൽ തിരയൂ നിന്റെ വഴി. അവിടേം തട്ടി ഇവിടേം തട്ടി ഒരു പൂങ്കൊമ്പിൽ ചേക്കേറി, നഗരം തുന്നിയ മഴവിൽ പാതയിൽ തുടരൂ നിന്റെ ഗതി. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. പുതു കാഴ്ചയെന്തോ, കൂടെ ആരോ, ഇനി പോണതെങ്ങോ. മാറും തുണികൾ, മായും രുചികൾ, ശീലം പല പലതാകുന്നേ. തടിനിയിലുതിർന്ന തളിരില കണക്ക് പോണേ പോക്ക്. രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടി അരികാരോ വന്നില്ലേ, മിഴിയൊന്നു തിളങ്ങിയില്ലേ. മായാതായി മാത്രം എന്താണ് 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 ഈ മേഘം തോരാതെ പെയ്യാൻ, എന്താണ് എന്താണ് എന്താണ്. നാം ഒന്നാകും ഈ രാവിൻ തീരത്ത് പൊൻതാരങ്ങൾ കൂടേറുന്നു. ആരാരോ ആരാരോ ആലോലം പാടുന്നു, ആകാശം നെഞ്ചിൽ ചായുന്നു. ആരാരും കാണാതെ
അപ്പോൾ ഗൈസ് റൈഡ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് കയറിയുള്ളൂ. ഏകദേശം 350 കിലോമീറ്ററോളം റൈഡ് ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പരിവായി വണ്ടി ഓടിച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് അത്ര നല്ല റോഡല്ലായിരുന്നു. കാര്യം ഓസ്ട്രേലിയ ആണെങ്കിലും നമ്മൾ പോയത് മെയിൻ ഹൈവേ കൂടിയല്ല, ഇട റോഡുകൾ കൂടിയാണ്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ. റോഡുകളൊക്കെ വളരെ വീതി കുറഞ്ഞ റോഡുകളായിരുന്നു. അതുപോലെ കുറേ പോത്ത് ഹോൾസ്, ഹമ്പുകൾ, അൺഈവനായിട്ടുള്ള സർഫേഴ്സ്, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നല്ല റൈഡായിരുന്നു, വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. വണ്ടീനെ കുറിച്ചും നല്ല അഭിപ്രായം, നല്ല മൈലേജ് ഉണ്ട്, അത്യാവശ്യം നല്ല കിലോമീറ്റർ വണ്ടി ഓടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് കാണാം. ഇനിയും വണ്ടിയുടെ ഒരുപാട് വീഡിയോസ് വരും, കാരണം വണ്ടി എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ താങ്ക് യു ഫോർ എവരി വൺ.